നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 122ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ശ്രീ ഗിരീഷ് കാസറവള്ളിയെക്കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് സംവിധായകരെ നേരിൽ കാണാനും സംസാരിക്കാനും കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഓരോ അവസരങ്ങളാണ്, ആ അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുക. തബരന കഥ എന്ന ഒറ്റ ചിത്രം മതി മലയാളികൾക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കാൻ. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് താഷ്കൻഡ് എയർപോർട്ടിൽ വെച്ചിട്ടാണ്. മോസ്കോയിൽ നിന്നും യാത്രയെല്ലാം കഴിഞ്ഞ് ട്രെയിനിലും ഫ്ലൈറ്റിലുമൊക്കെ യാത്ര കഴിഞ്ഞ് നിരന്തരമായി എന്നെ പിന്തുടരുന്ന പല്ലുവേദന, അത്രമാത്രം തണുപ്പാണ്. അതൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റിൽ നമ്മുടെ നാട്ടിലെത്താം, 10-15 ദിവസങ്ങൾക്ക് ശേഷം നാട്ടിലെത്താം എന്നുള്ള സന്തോഷത്തോടെ മൂടിപ്പുതച്ച് താഷ്കൻഡ് എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ഒഴിഞ്ഞ കസേരയിൽ ശ്രീ ഗിരീഷ് കാസറവള്ളി ഇരിക്കുന്നു. അധികം യാത്രക്കാരെയൊന്നും അവിടെ കാണാനില്ല. താഷ്കൻഡിൽ നിന്നും എയറോഫ്ലോട്ട് വിമാനത്തിൽ ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിലാണ് വന്നിറങ്ങുന്നത്. ഫ്ലൈറ്റിൽ ഉള്ളൊരു പ്രത്യേകത, ആദ്യം കയറുന്നവർ കിട്ടുന്ന സീറ്റുകളിലിരിക്കുക. സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കിട്ടുന്ന സീറ്റിലിരിക്കുക. അതാണ് അവിടുത്തെ ആ രീതി. സോഷ്യലിസം അതുകൊണ്ടായിരിക്കാം. സഹിക്കവയ്യാത്ത പല്ലുവേദനയ്ക്കിടയിലും അവിടെ ചുറ്റി നടന്ന് കണ്ടപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല. ഏറിയാലൊരു 10-40 പേർ. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടു. ഗിരീഷ് കാസറവള്ളി സാറല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചു. ഇംഗ്ലീഷിലാണ് ഞങ്ങളുടെ കോൺവെർസേഷൻസ് എല്ലാം നടന്നത്. അപ്പോൾ നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്നൊക്കെ ഇങ്ങനെ തിരക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ വന്നിരുന്നതാണ്, മോസ്കോയൊക്കെ കണ്ടിട്ട് മടങ്ങി പോകാനുള്ള ഫ്ലൈറ്റാണ്. 2:30 മണിക്കാണല്ലോ, രാത്രി 2:30ക്കാണല്ലോ ഫ്ലൈറ്റ്. അത്ര നേരം ഉള്ളപ്പോൾ കുറച്ച് നേരം സംസാരിക്കാം എന്ന് കരുതി അങ്ങനെ സിനിമയെ പറ്റിയിട്ടും ചിത്രീകരണത്തെ പറ്റിയും സങ്കല്പങ്ങളെപ്പറ്റിയും മോഹങ്ങളെപ്പറ്റിയും ചിത്രീകരിക്കുമ്പോഴുണ്ടാകുന്ന വൈഷമ്യങ്ങളെപ്പറ്റിയുമൊക്കെ ധാരാളം സംസാരിച്ചു. സംസാരത്തിനിടയിൽ ഒരു 10 തവണയെങ്കിലും ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പേര് പറഞ്ഞു എന്നുള്ളതാണ് പരമാർത്ഥം. അതിൽ ഓരോ മലയാളികളും അഭിമാനിക്കണം. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ വിലയിരുത്തുന്നവരും അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലെ ചിത്രീകരണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ കഴിവിനെ ബഹുമാനിക്കുന്നവരുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗിരീഷ് കാസറവള്ളിയും ആനന്ദ് പട്വർധനും സായി പരഞ്ച്പയും ബി വി കരന്തും അങ്ങനെ മൃണാൾ സെന്നും അങ്ങനെ നിരവധി പേരെ കാണാനും സംസാരിക്കാനും ഇടകിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സത്യസന്ധമായി പറയട്ടെ, നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനെ പറ്റിയിട്ടുള്ള അവരുടെ മതിപ്പ്, എല്ലാവരും സംസാരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏത് ചിത്രത്തിലെടുത്താലും ഫ്രെയിം ബൈ ഫ്രെയിം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും എന്നാണ് അവർ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്. വിശ്വസിക്കുക. കാരണം മങ്കട രവിവർമ്മ എന്ന് പറയുന്ന എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം വല്ല അമേരിക്കയിലോ വേറെ ഏതെങ്കിലും രാജ്യത്താണ് ജനിച്ചിരുന്നെങ്കിൽ ഒരു 10 ഓസ്കാർ അവാർഡ് വാങ്ങിച്ചതിന് ഛായാഗ്രഹണത്തിന്. അത്ര മികവുറ്റ ഒരു
സിനിമാറ്റോഗ്രാഫറാണ് ശ്രീ മങ്കട രവിവർമ്മ. ഒരൊറ്റ തവണയെ ഞാൻ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഇടവന്നിട്ടുള്ളൂ. അതും വളരെ കുറച്ച് സമയം. ഞാൻ ഇത് ഇവിടെ സൂചിപ്പിച്ചത് ഞാൻ കണ്ട ഇന്ത്യയിലെ മികച്ച സംവിധായകരാണ്, അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന സംവിധായകരുടെ എല്ലാം നാവിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ചിത്രങ്ങളിലെ ഫ്രെയിമുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. നമ്മുടെ ഒരു വലിയ കലാകാരനെ, അല്ലെങ്കിൽ നമ്മുടെ അറിയപ്പെടുന്ന ഒരു സംവിധായകനെ, അവരെല്ലാം പല ദേശക്കാരാണല്ലോ, അവർക്ക് ഇദ്ദേഹത്തെ ഉയർത്തി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഇവരും സംവിധായകരാണ്, ലോകോത്തര നിലവാരം പുലർത്തുന്ന പല പല ചിത്രങ്ങളും ചെയ്തിട്ടുള്ള അവരുടെ നാവിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ കഥയും കവിതയും ഒക്കെ എഴുതുന്നു. റഷ്യയെക്കുറിച്ചിട്ടുള്ളൊരു യാത്രാവിവരണം എഴുതാനുള്ള പുറപ്പാടിലൊക്കെയാണ്. അപ്പോൾ റഷ്യ ഒന്ന് കാണണമെന്നൊക്കെ തോന്നി, അങ്ങനെ വന്നതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വളരെ നേരം സംസാരിച്ചു. അവിടുന്ന് റൂബിൾ കൊടുത്ത് ചായയും വാങ്ങി കുടിച്ച് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഒരു ബസ് സ്റ്റേഷനിൽ ബസ്സിനകത്ത് ഉന്തിത്തള്ളി കയറുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മറ്റൊന്നും കൊണ്ടല്ല, തണുത്ത് വറച്ച് ആൾക്കാർ പുറത്ത് നിൽക്കുകയാണ്. രാത്രി ഏകദേശം 2:30 മണി സമയത്ത് മഞ്ഞിങ്ങനെ പൊഴിയുകയാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ അസഹ്യമായ തണുപ്പ്. ഇങ്ങനെ പുറത്തിറങ്ങി വണ്ടിയിൽ കയറ്റി ദൂരെ കിടക്കുന്ന എയറോഫ്ലോട്ട് വിമാനത്തിനടുത്തേക്ക് ചെന്ന് അവിടെയും ആൾക്കാർ തള്ളി ഉന്തിയെല്ലാം അകത്ത് കയറി. തണുപ്പാണ് പ്രശ്നം. ഒടുവിൽ 300 പേർ കയറുന്ന ആ ഫ്ലൈറ്റിൽ ഞാനും മറ്റുള്ള കലാകാരന്മാരും ഒക്കെ കയറി. ഞങ്ങളപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ അവിടെ ഇങ്ങനെ ബസ്സിൽ കമ്പിയിൽ തൂങ്ങി നിൽക്കുന്ന മാതിരി ഞാനും ഗിരീഷ് കാസർവള്ളിയും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും ഞങ്ങൾ സംസാരിക്കുകയാണ്. പൈലറ്റ് ഇരിക്കുന്ന ക്യാബിൻ്റെ കുറച്ചടുത്തായിട്ട് നമുക്ക് പൈലറ്റ് ഇരിക്കുന്നതെല്ലാം കാണാം. അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞ ശേഷമല്ലേ നമുക്കും ഇരിക്കാൻ സ്ഥലം കിട്ടുള്ളൂ. അത് ഇന്നിടത്തൊന്നുമില്ല. ബോർഡിംഗ് പാസ് ഉണ്ടെങ്കിൽ തന്നെയും അതൊരു പ്രത്യേക കാഴ്ചയാണ്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റും സംസാരിച്ചു. എൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ചിലത് കണ്ടിട്ടുണ്ട്. ആ ചിലവയിൽ സംവിധാന മികവാണോ തോന്നിയത്, അതാ ഛായാഗ്രഹണ മികവാണോ തോന്നിയത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനൊരു മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. നമ്മുടെ കൈവിരലുകൾ ഓരോന്നിലും 5 എണ്ണം വീതമുണ്ട്. അതിൽ ചെറുവിരലാണോ നല്ലത്, പെരുവിരലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? എന്നതുപോലെ അങ്ങയുടെ പോയിൻ്റ് ഓഫ് വ്യൂ, അങ്ങയുടെ കാഴ്ചപ്പാട് അങ്ങ് ഛായാഗ്രഹന് പറഞ്ഞു കൊടുക്കുന്നു. അത് അങ്ങക്ക് തൃപ്തിയായെങ്കിൽ മാത്രമല്ലേ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഛായാഗ്രഹൻ അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടിപ്പിക്കുമ്പോഴും സംവിധായകനാണ് അതിൻ്റെ ഫൈനൽ കട്ട് തീരുമാനിക്കുന്നത്. എൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് സംവിധായകനാണ്. അങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരിച്ചു തോളിൽ തട്ടി. ഞങ്ങളവിടെ നിൽക്കുകയാണ്. അപ്പോഴും സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി എന്തെങ്കിലും ഞാൻ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ വീട്ടിലും വരാം, നിങ്ങളെയും കാണാം, നിങ്ങളുടെ കോൺടാക്റ്റ് അഡ്രസ്സ് തരൂ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ റൈറ്ററാണെന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു അഡ്രസ്സും കാര്യങ്ങളും ഒരു കാർഡ് അദ്ദേഹത്തിന് കൈമാറി. അദ്ദേഹം എൻ്റെ ബുക്കിൽ ഒരു ഓട്ടോഗ്രാഫ് എഴുതി തന്നു, ഒപ്പിട്ട് തന്നു. അതൊക്കെ വാങ്ങി. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ബ്രീഫ് പറയാം. 1949 ഡിസംബർ 3 കർണാടകയിലെ ശിവമൊഗ്ഗ ജില്ലയിൽപ്പെട്ട തീർത്ഥഹള്ളിയിലെ
കെസലുരുവിലാണ് ജനനം. 1975 പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ചലച്ചിത്ര സംവിധാനത്തിൽ സ്വർണ്ണ മെഡലോടുകൂടി ബിരുദം നേടി. അവശേഷ, ഘടശ്രദ്ധ എന്നിവയ്ക്ക് സുവർണകമലം നേടി. 1987 തബരന കഥ, 1997 തായ് സാഹിബ, 2002 ദീപ എന്നീ ചിത്രങ്ങൾക്കും ദേശീയ പുരസ്കാരം നേടി. 2010 പത്മശ്രീ ലഭിച്ചു. 11 ചലച്ചിത്രങ്ങൾ, ഒരു ടെലി സീരിയലും സംവിധാനം ചെയ്തു. 72 വയസ്സിലും ചലച്ചിത്ര മേഖലയിൽ സജീവമായ ഇദ്ദേഹത്തിന് കുവംപു സർവകലാശാലയുടെ ഹോണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ്. അതിൽ ഏറ്റവും ഓർക്കപ്പെടുന്നൊരു കാര്യം, ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്, അടുത്തടുത്ത സീറ്റ്, ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന ഏരിയയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ബ്രെഡും കട്ടൻ ചായയും കിട്ടി, അത് കഴിച്ചു. പിന്നെ മയക്കത്തിലേക്ക് പോകാനായിട്ട് പോയപ്പോൾ തട്ടി വിളിച്ചു, എന്താ ഉറക്കം വരികയാണോ? ഞാൻ പറഞ്ഞില്ല, ഒത്തിരി നേരമായിട്ട് സംസാരിക്കുകയല്ലേ, അപ്പോൾ സാറിന് റിലാക്സ് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. ഏറ്റവും സന്തോഷം തോന്നിയത് ഞങ്ങളുടെ സംസാരത്തിൽ നിന്നും, ഇനി ഞാനൊരു പ്രോജക്റ്റ് ചെയ്താൽ ശരവണനെ വിളിച്ചാൽ ശരവൺ എൻ്റെ ചിത്രത്തിൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ശരിക്കും ഞാൻ അറിയാണ്ട് ഉച്ചത്തിൽ ചിരിച്ചു. ഇതിൽ പരം ഒരു സന്തോഷം എന്താണ്? ഭാഷ ഒരു പ്രശ്നമാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഭാഷ എന്ത് പ്രശ്നം, അത് ഡബ്ബിങ് ചെയ്യുമ്പോൾ ചെയ്യാമല്ലോ. അതുമല്ല, അവതരണ രീതി, ഡയലോഗ്സുകൾ പറയുന്ന രീതി, ഇതൊക്കെ സംവിധായകൻ എന്നുള്ള നിലയിൽ സംവിധായകന് ഉൾക്കൊള്ളാൻ കഴിയുമല്ലോ. വളരെ സന്തോഷം. എന്ന് അങ്ങ് വിളിച്ചാലും ഞാൻ തീർച്ചയായും വരും. അപ്പോൾ പ്രസിദ്ധ സംവിധായകനായ ഗിരീഷ് കാസറവള്ളി ഇന്നും ജീവിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മലയാളത്തിൻ്റെ ഏകാകിനി, പ്രകൃതി മനോഹരിയൊക്കെ സംവിധാനം ചെയ്ത ശ്രീ GS പണിക്കർ പറഞ്ഞു, ഒരു സീനിലാണെങ്കിലും അഭിനയിക്കാൻ ചാൻസ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ കലാകാരൻ ശ്രീ MT കത്തയച്ചെന്നെ വിളിപ്പിച്ചു. ഇന്ന് അദ്ദേഹം ആശുപത്രിയിലാണ്. അതിൽ അഗാധമായ ദുഃഖമുണ്ട്. ഇതിനിടയിൽ പറഞ്ഞുപോയി എന്ന് മാത്രം. അങ്ങനെ ലോകോത്തരമായ നിരവധി ആൾക്കാരുടെ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ ഇങ്ങോട്ട് ക്ഷണം കിട്ടി. അതേപോലെ ശ്രീ അരവിന്ദനും എന്നോട് പറഞ്ഞു, നിർഭാഗ്യമെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളിലെ കലാകാരനെ, നമ്മളിലെ അഭിനേതാവിനെ, നമ്മളിലെ സംവിധായകനെ ലോകത്ത് അവതരിപ്പിക്കാൻ ചിലപ്പം ഇനിയും കാലമെടുത്തിരിക്കാം. എന്നാലും ഇത്തരത്തിലുള്ള ഒരുപാട് പേരെ കാണാനും സംസാരിക്കാനും ഇടവരിക എന്നത് വലിയൊരു കാര്യമാണല്ലോ. അങ്ങനെ ആ സംസാരത്തിന് ശേഷം എന്തുകൊണ്ടോ ഈ പറഞ്ഞവൻ്റെ എന്നും ചിത്രത്തിൽ എൻ്റെ അഭിനയ പാടവം കാണിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ അതിനേക്കാൾ ഉപരി സംവിധാനം ചെയ്യണം എന്നുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടി ഇന്ന് ശ്രമിക്കുന്നു. അന്ന് ആ വാക്കിന് ശേഷം എനിക്ക് രാത്രി ഫ്ലൈറ്റിലിരുന്നും ഉറങ്ങാനേ കഴിഞ്ഞില്ല. അദ്ദേഹം കുറേ മയങ്ങി. ഏകദേശം 4-4.5 മണിക്കൂറിന് ശേഷം ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ ഇറങ്ങി ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് പുറമേക്ക് പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞു, വേണ്ട സർ,
എന്നെ കൂട്ടാൻ എൻ്റെ ഒരു സുഹൃത്ത് വരും. ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ നാട്ടിലേക്ക് മടങ്ങും. തീർച്ചയായും ശ്രവൺ, എൻ്റെ മനസ്സിലുണ്ട് താങ്കൾ. ഞാൻ എന്നേലും ട്രിവാൻഡ്രത്ത് വരുമ്പോൾ നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം ലഗേജൊക്കെ എടുത്ത് കാറിൽ യാത്രയായി. അതിനുശേഷം 1-2 തവണ എന്നെ വിളിച്ചു, സംസാരിച്ചു. ഇപ്പോഴും എഴുത്തുമൊക്കെ ഉണ്ടോ? ചെറുതായിട്ട് എഴുതുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഓർമ്മയിലുണ്ട് നിങ്ങൾ എന്ന് എന്നോട് പറയുകയുണ്ടായി. അതിനുശേഷം ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം സന്തോഷമായി പോകുന്നു. 72 വയസ്സ് തികഞ്ഞെങ്കിലും ഇന്നും സിനിമയുടെ പിന്നാമ്പുറത്തും മുന്നിലുമൊക്കെയായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വലിയ കലാകാരൻ. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.